ഇൻവെസ്റ്റ് മണി ഇൻ 4 അസറ്റ്സ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് സ്കൂൾ. ഇതാണ് അഹമ്മദ്. ഇദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മന്ത്ലി അപ്രോക്സിമേറ്റ് 40,000 സാലറി പാക്കേജ് വാങ്ങുന്നുണ്ട്. ഇത് കോമൺ ആയി നോക്കിയാൽ അത്യാവശ്യം നല്ല സാലറി എന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അഹമ്മദിന്റെ ടെൻഷൻ വേറൊന്നാണ്. ആ പ്രൈവറ്റ് കമ്പനി കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് എംപ്ലോയീസിന്റെ ഡിഗ്രിയല്ല, മറിച്ച് അവരുടെ സ്കില്ലാണ്. അതായത് സ്കിൽ അപ്ഗ്രേഡഡ് ആയ വേറൊരു എംപ്ലോയി കോമ്പറ്റീഷനിൽ വന്നാൽ അഹമ്മദിന്റെ ജോബ് റിസ്കി ആവാൻ നല്ല ചാൻസ് ഉണ്ടെന്നർത്ഥം. ഈ ഒരു ജോലിയല്ലാതെ അഹമ്മദിന് വേറൊരു ഇൻകം സോഴ്സ് ഇല്ലതാനും. അതേ കമ്പനിയിൽ സുമിത് എന്നു പേരുള്ള വേറൊരു എംപ്ലോയിയുമുണ്ട്. അദ്ദേഹം അഹമ്മദിന്റെ ക്ലോസ് ഫ്രണ്ട്സിൽ ഒരാളായിരുന്നു. സുമിത് വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജരിയൽ പൊസിഷനാണ് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാലറി എന്ന് പറയുന്നത് മന്ത്ലി 90,000 എന്ന റേഞ്ചിലാണ്. സുമിത്തിന്റെ സ്ട്രെങ്ത് അദ്ദേഹത്തിന്റെ സ്കില്ലാണ്. മാത്രമല്ല, അദ്ദേഹം ജനറലി ഒരു ചിൽഡ് മൈൻഡ് സെറ്റ് ഉള്ള പേഴ്സൺ ആയിരുന്നു. കോൺഫിഡൻറ്റ്, എനർജറ്റിക്, ആക്റ്റീവ്, ബോൾഡ്, അങ്ങനെ പല ക്വാളിറ്റീസും സുമിത്തിനുണ്ട്. ഒരു ദിവസം ഈവനിങ് ടൈം സുമിത് കഫറ്റേരിയയിൽ കോഫി കുടിക്കാൻ എത്തിയപ്പോൾ അഹമ്മദ് അവിടെ വളരെ ടെൻസ്ഡ് ആയിരിക്കുന്നത് കണ്ടു. സോ കോഫി വാങ്ങിയ ശേഷം സുമിത് അഹമ്മദിൻ്റെ അടുത്ത് പോയിരുന്നു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഈ ജോലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാവുന്നു എന്ന് അഹമ്മദ് അവനോട് പറഞ്ഞു. ബട്ട് പേടിക്കേണ്ട ആവശ്യം എന്താണെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ ആ കമ്പനിയുടെ സ്ട്രിക്റ്റ്, ബോസിന്റെ കണ്ടീഷൻസ്, ഡിസിപ്ലിൻസ്, റൂൾസ്, സ്കിൽസ് ഫോക്കസ് ചെയ്യുന്ന മൈൻഡ് സെറ്റ്, ഇതെല്ലാം അഹമ്മദ് സുമിത്തിനോട് എടുത്തു പറഞ്ഞു. മാത്രമല്ല, തനിക്ക് ഈ ഒരു ഇൻകം സോഴ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ ജോബ് വളരെ ക്രൂഷ്യലാണെന്നും അതാണ് അവൻ ഇത്രയും ടെൻഷൻ വരുന്നത് എന്നും ഷെയർ ചെയ്തു. ഇതെല്ലാം കേട്ടപ്പോൾ സുമിത്ത് പറഞ്ഞു, നീ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും എന്തുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻറ്റ് ആൻഡ് ചില്ലായി ജോബ് ചെയ്യുന്നത് എന്ന് നീ ഊഹിച്ചിട്ടുണ്ടോ? കാരണം നീ പറഞ്ഞ ഈ പേടി ഞാൻ എപ്പോഴേ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റിവെച്ചു. അതിൻ്റെ റീസൺ എൻ്റെ അസറ്റ്സ് ആണ്. ഞാൻ ഫോക്കസ് ചെയ്തത് അസറ്റ്സ് ബിൽഡ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജോബ് സെക്യൂരിറ്റിയെക്കുറിച്ച് ഒട്ടും തന്നെ ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. ബിക്കോസ് അത് ബാലൻസ് ചെയ്യുന്ന അസറ്റ്സ് ഓൾറെഡി ഞാൻ ബിൽഡ് ചെയ്തു വെച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ അസറ്റ്സിൻ്റെ റിയൽ മീനിങ് എന്താണെന്ന് അഹമ്മദ് ചോദിച്ചു. അതിന് അഹമ്മദ് റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയാണ്: എന്താണോ നിനക്ക് പണം കൊണ്ടുതരുന്നത് അതാണ് നിന്റെ അസറ്റ്. ഫോർ എക്സാമ്പിൾ, നിന്റെ കേസിൽ ഈ ജോലി മാത്രമാണ് അസറ്റ്. എന്നാൽ അഹമ്മദ് അത് കട്ട് ചെയ്ത് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു അസറ്റ് കൂടിയുണ്ട് എന്നാണ്. അവൻ്റെ ബാങ്ക് അക്കൗണ്ട്. ഇയർലി 4% റേറ്റിൽ ഇൻക്രീസ് ആവുന്ന ഡിപ്പോസിറ്റ് എമൗണ്ട്. പക്ഷേ അത് അസറ്റ് അല്ല, മറിച്ച് ലയബിലിറ്റി ആണെന്ന് ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ത്രൂ സുമിത് അഹമ്മദിന് മനസ്സിലാക്കി കൊടുത്തു. നിന്റെ ബാങ്ക് എല്ലാ വർഷവും 4% റിട്ടേൺ തരുന്നുണ്ട്. അതായത് നിന്റെ അടുത്ത് 1 lakh ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ അതിൽ 4,000 ആഡ് ആകും. പക്ഷേ ഇവിടെ നീ എക്സ്പെൻസ് റേറ്റ് കൂടുന്നത് ശ്രദ്ധിക്കണം. എല്ലാ വർഷവും 7% to 9% വരെ പ്രൈസ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ വർഷം നിന്റെ ഗ്രോസറി ഐറ്റംസിന് അറൗണ്ട് 1 lakh എക്സ്പെൻസ് വന്നു എങ്കിൽ അടുത്ത വർഷം അത് 1,08,000 ആയി മാറും. അപ്പോൾ ലോജിക്കലി നോക്കിയാൽ അക്കൗണ്ടിലുള്ള നിന്റെ പണത്തിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. സോ ഇതെല്ലാം മനസ്സിലായപ്പോൾ അസറ്റ്സ് ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ അഹമ്മദ് സുമിത്തിൻ്റെ അഡ്വൈസ് ചോദിക്കാൻ തുടങ്ങി. സുമിത് അവന് വേണ്ടി ബിൽഡ് ചെയ്ത 4 അസറ്റ്സും ഓരോന്നായി എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. സോ ദാറ്റ് അതിൽ നിന്ന് അഹമ്മദിന് ഏതാണോ സ്യൂട്ടബിൾ ആയി തോന്നുന്നത് അത് ഡിസൈഡ് ചെയ്യാം എന്ന രീതിയിൽ സുമിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അസറ്റ് 1, എഡ്യൂക്കേഷൻ. ഈ കമ്പനിയിൽ ജോലി ചെയ്ത സമയത്ത് ആദ്യം കുറച്ചു കാലം തനിക്കും അഹമ്മദിൻ്റെ ഇതേ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് സുമിത്ത് പറഞ്ഞു. അതായത് ഈ ജോബ് സെക്യൂർഡ് ആയി ഇരിക്കുമോ എന്ന സ്ട്രെസ് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ ടെൻഷൻ ഞാൻ മാറ്റി. എൻ്റെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ പെർഫോമൻസ് കൂടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ സ്കിൽ ഫോക്കസ് ചെയ്യുന്ന കമ്പനി എൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യും, അതുവെച്ച് എൻ്റെ ജോബ് സെക്യൂർഡ് ആവും എന്ന് മാത്രം ചിന്തിച്ച് അതിനുവേണ്ടി ഞാൻ സ്റ്റെപ്സ് എടുക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് കയറിയത്.
സോ ഡെയിലി സെയിൽസ് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യണമെന്ന് പറയുന്നത് ഈ ജോബ് റോളിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നെപ്പോലെ പല എക്സിക്യൂട്ടീവ്സും ഇതേ എയിമിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ അവിടെ എല്ലാവരും ഫോളോ ചെയ്യുന്ന ട്രഡീഷണൽ സെയിൽസ് മെത്തേഡ് യൂസ് ചെയ്യാതെ എൻ്റെ അപ്ഡേറ്റഡ് ആയ സെയിൽസ് സ്കിൽ അഡോപ്റ്റ് ചെയ്ത് സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് എനിക്ക് കിട്ടിയത് പല ബുക്സ് ആൻഡ് കോഴ്സസ് ത്രൂ ആണ്. ഇതെല്ലാം പ്രാക്ടിക്കലി ഞാൻ ജോലിയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പൊസിഷൻ ആൻഡ് സാലറി രണ്ടും ഇൻക്രീസ് ആവാൻ തുടങ്ങി. ഇന്നും ഞാൻ എനിക്കെന്തെങ്കിലും പഠിക്കണമെന്ന് ഡിസൈഡ് ചെയ്താൽ ഒട്ടും മടിക്കാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബിക്കോസ് ഐ നോ ദാറ്റ് വിൽ ബി ആൻ അസറ്റ് ഫോർ മീ. അസറ്റ് 2, ഗോസ്റ്റ് റെൻറ്റിംഗ്. പോപ്പുലേഷൻ ഹൈക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു റിയാലിറ്റിയാണ്. അതേസമയം അത് ബിസിനസ് സ്ട്രാറ്റജിയിൽ നോക്കിയാൽ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയുടെ അഡ്വാൻറ്റേജുമാണ്. പോപ്പുലേഷൻ കൂടുന്തോറും ഷെൽട്ടറിൻ്റെ ഡിമാൻഡും കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ എല്ലാവർക്കും എവിടെ പോയാലും സ്വന്തം വീട് എന്ന സ്വപ്നം നടക്കണമെന്നില്ല. സോ അവർക്കുള്ള ഓപ്ഷനാണ് റെൻ്റൽ ഹോംസ് എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ഈ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു പാർട്ട്ണർഷിപ്പ് ബേസിസിലാണ്. അതായത് ഞാനും എൻ്റെ 4 കൊളീഗ്സും 10 lakhs പെർ പേഴ്സൺ എന്ന രീതിയിൽ 50 lakhs ഇൻവെസ്റ്റ് ചെയ്ത് 5 floors 5 റെൻ്റൽ റൂംസ് കൺസ്ട്രക്റ്റ് ചെയ്തു. എന്നിട്ട് ഓരോ റൂമും 13,000 എന്ന റേഞ്ചിൽ റെൻറ്റിന് കൊടുത്തു. ഇപ്പോൾ 6 yearsൻ്റെ ഉള്ളിൽ ഞാൻ ആ റെൻ്റൽ ഇൻകം നിന്ന് അപ്രോക്സിമേറ്റ് 9,36,000 റിക്കവർ ചെയ്തു. 10 lakhs ഫുള്ളി റിക്കവർ ആയ ശേഷം പിന്നെ വരുന്നത് എല്ലാം പ്രോഫിറ്റാണ്. അത്രയ്ക്കും പ്രോഫിറ്റബിളായ ഒരു അസറ്റാണ് ഈ റെൻറ്റിംഗ് സോഴ്സ്. അസറ്റ് 3, ലിമിറ്റഡ് എഡിഷൻ ഗോൾഡൻ വാച്ച്. ഈ ഒരു അസറ്റ് ഞാൻ അടുത്താണ് വാങ്ങിയത്. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് അപ്രോക്സിമേറ്റ് 5 lakhs ആണ്. ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇതിനെ അസറ്റ് എന്ന കാറ്റഗറിയിൽ വെക്കാൻ കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്ന്, ഇത് ഗോൾഡ് വാച്ചാണ്. സോ ഗോൾഡിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നന്നായി അറിയാം. അറ്റ്ലീസ്റ്റ് 10 to 11% വരെ ഇയർലി വേരി ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാച്ച് ഞാൻ 5 yearsന് ശേഷം സെൽ ചെയ്താൽ അതിൻ്റെ റേറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് ഏകദേശം 8,42,000 ആവും. രണ്ടാമത്തെ റീസൺ ഇതിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ഫാക്ടറാണ്. അതായത് റെയർ ആണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ വാല്യൂവും അധികമായിരിക്കും. ഇതെല്ലാം കേട്ടപ്പോൾ അഹമ്മദ് സുമിത്തിനോട് ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതായത് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് വരുന്ന മുന്നേ 90,000 സാലറി ഒന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെ അവൻ റെൻ്റൽ ബിസിനസ്സിന് വേണ്ടി ഇത്രയും പെട്ടെന്ന് 10 lakhs ഏൺ ചെയ്തു എന്ന്. അതിന് അഹമ്മദ് പറഞ്ഞത് ഇങ്ങനെയാണ്: റെൻ്റൽ ബിസിനസ് തുടങ്ങുന്ന മുന്നേ എൻ്റെ സാലറി 50,000 ആയിരുന്നു. ബട്ട് വേറെ ഇൻകം സോഴ്സ് വേണമെന്ന് ഫോക്കസ്ഡായി ഇരുന്നതുകൊണ്ട് ഞാൻ അനാവശ്യമായി ചെലവാക്കുന്നത് നിർത്തിവെച്ചു. ഇൻസ്റ്റെഡ് സേവ് ചെയ്യാൻ തുടങ്ങി. അസറ്റ്സ് ബിൽഡ് ചെയ്യാനുള്ള നോളജ് ഗെയിൻ ചെയ്തു. മാത്രമല്ല 2 വർഷത്തിൽ ഞാൻ 3 lakhs സേവ് ചെയ്തു. അത് യൂസ് ചെയ്ത് ഞാനൊരു യൂസ്ഡ് ഓട്ടോ വാങ്ങി. എന്നിട്ട് അത് റെൻറ്റിന് കൊടുത്തു. അതിൽ നിന്ന് ഡെയിലി 700 എന്ന പോലെ ഇൻകം ജനറേറ്റ് ആവുന്നുണ്ടായിരുന്നു. സോ മന്ത്ലി 21,000. മെയിൻ്റനൻസ് ചാർജ് വന്നാലും അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് 18,000 എങ്കിലും ഞാൻ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ എൻ്റെ മന്ത്ലി ഇൻകം വരുന്നത് 50,000 പ്ലസ് 18,000 ഈക്വൽ 68,000 റുപ്പീസാണ്. ഇതിൽ നിന്ന് സേവ് ചെയ്തിട്ടാണ് ഞാൻ 10 lakhs സേവിങ് ബിൽഡ് ചെയ്തത്. അതേപോലെ ഇന്നും എനിക്ക് 2 ഓട്ടോ 1,000 rupees പെർ ഡേ എന്ന രീതിയിൽ റെൻറ്റിന് ഓടുന്നുണ്ട്. അതായത് അഡീഷണൽ ചാർജ് എക്സ്ക്ലൂഡ് ചെയ്താൽ അപ്രോക്സിമേറ്റ് 50,000 അതിൽ നിന്ന് എനിക്ക് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ഇൻകമും എൻ്റെ അസറ്റാണെന്ന് സുമിത് അഹമ്മദിനോട് പറഞ്ഞു. സുമിത് പറഞ്ഞ എല്ലാ അസറ്റും കാൽക്കുലേറ്റ് ചെയ്താൽ മാസത്തിൽ അവൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഏകദേശം 2 lakhs ആണ്. ഈ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനാണ് സുമിത്തിൻ്റെ കോൺഫിഡൻസും ചില്ലിംഗ് മൈൻഡ് സെറ്റിൻ്റെ റീസണും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു എഡ്യൂക്കേറ്റീവ് കണ്ടന്റായി ഞങ്ങൾ വരുന്നത് വരെ തിങ്ക് റിച്ച്. താങ്ക് യു.